പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരത്തിലും ഭക്ഷണശാലകൾ നിശ്ചലം. നഗരത്തിലെ ഹോട്ടലുകളും ബേക്കറികളും പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് വ്യാപാരികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഉടനീളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് കുത്തനെ വില ഉയർത്തിയെന്നാണ് ആക്ഷേപം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പെരുമ്പാവൂരിലും ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും പെട്രോളിയം വകുപ്പിന്റെയും നടപടികൾക്കെതിരെ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളും പങ്കാളികളായി. കാറ്ററിംഗ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി തുടങ്ങിയ സംഘടനകളും ഇവരുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നു. ചെറുകിട ഹോട്ടലുകളെ തകർക്കുന്ന ഈയൊരു നടപടിയിൽ നിന്ന് സർക്കാരുകൾ പിൻവാങ്ങണമെന്നും കൂട്ടിയ വില എത്രയും വേഗം കുറയ്ക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. എന്നാൽ സ്വകാര്യ ഗ്യാസ് ഏജൻസികൾ പിൻവാതിലുകളിലൂടെ കൂടിയ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കുന്നുണ്ട് എന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആക്ഷേപം. ഇതുകൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്കും പഞ്ചനക്ഷത്ര മാളുകൾക്കും ഇവർ യഥേഷ്ടം ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും ചെറുകിട ഹോട്ടൽ ഉടമകളെയോ കാറ്ററിംഗ് യൂണിറ്റുകളെയോ സഹായിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഭക്ഷണ വിതരണ മേഖല ഉൾപ്പെടെയുള്ളതായ കാറ്ററിംഗ് ആയിക്കോട്ടെ, ബേക്കറികളായിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, എല്ലാവരുടെയും തലയിൽ ഒരു മിസൈൽ ആക്രമണമാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാരും പെട്രോളിയം കമ്പനികളും നടത്തി. ഒന്നും തീരാമൂടില്ല. ഒപ്പം തന്നെ മിൽമ പാല് വില വർദ്ധിപ്പിക്കാൻ പോകാൻ 4 മുതൽ 5 രൂപ വരെ. ഇതൊക്കെ ആരുടെ തലയിലാണ് വന്നു വീഴുന്നത്? ഇവിടെ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തിയ കാര്യം, ഹോട്ടലുകാർ ഭക്ഷണ വിതരണത്തിന് എന്തെങ്കിലും 5 രൂപയോ 10 രൂപയോ കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ തീവെട്ടിക്കൊള്ളാം. ഇവിടെ തീവെട്ടിക്കൊള്ളിയായിട്ട് നടത്തുന്നത് ഇവിടുത്തെ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കുന്നു.